കൂട്ടുകാരെ, എല്ലാവർക്കും എഡ്യൂസാറ്റ് ലേണിങ്ങിൻ്റെ മലയാളം ക്ലാസ്സിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുന്ന മാതൃഭാഷ ഉള്ളിലൊഴുകുന്ന ജീവനദി എന്ന പാഠഭാഗമാണ്. ഇത് ആരാണ് എഴുതിയത്? എല്ലാവർക്കും അറിയാം, നമ്മുടെ പ്രശസ്തനായ തമിഴ് സിനിമയിലെ നടനും നിർമ്മാതാവുമായ പ്രകാശ് രാജാണ്. പ്രകാശ് രാജിൻ്റെ നമ്മെ വിഴുങ്ങുന്ന മൗനം എന്ന ലേഖന സമാഹാരത്തിൽ നിന്നും എടുത്തിട്ടുള്ള ലേഖനമാണ് പാഠഭാഗം. മാതൃഭാഷയുടെ പ്രാധാന്യവും പ്രസക്തിയും വ്യക്തമാക്കുന്ന വിജ്ഞാനപ്രദവും രസകരവുമായ രചനയാണിത്. ഗ്രന്ഥകാരൻ്റെ സ്വകാര്യ അനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ഇത് രചിച്ചിരിക്കുന്നത്. കുറേ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തൻ്റെ 5 വയസ്സായ മകളെയും കൂട്ടി പച്ചക്കറി വാങ്ങാൻ പോയ സംഭവമാണ് ആദ്യം വിവരിക്കുന്നത്. പച്ചക്കറി തിരഞ്ഞെടുക്കാൻ മകളെ ചുമതലപ്പെടുത്തി. ആ പെൺകുട്ടി വിദ്യാസമ്പന്നയല്ലാത്ത കടയുടമസ്ഥയോട് ഇംഗ്ലീഷ് പേരുകൾ പറഞ്ഞാണ് പച്ചക്കറികൾ വാങ്ങുന്നത്. ഉടമസ്ഥയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഓരോ പച്ചക്കറികൾ തൊട്ട് കാണിക്കേണ്ടി വന്നു. അവയുടെ തമിഴ് പേരുകൾ പറയാൻ ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുന്ന കുട്ടിക്ക് അറിയില്ലായിരുന്നു. പ്രകാശ് രാജിൻ്റെ ഭാര്യ തമിഴ്നാട്ടുകാരിയാണ്. അതിനാൽ കുട്ടിയുടെ മാതൃഭാഷ തമിഴാണ്. മാതൃഭാഷ പഠിക്കാനോ അതിൽ സംസാരിക്കാനോ അമ്മ മകളെ പഠിപ്പിച്ചിരുന്നില്ല. ഈ ഒരു സംഭവം മാതൃഭാഷയുടെ മഹത്വത്തെക്കുറിച്ചും അത് പഠിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ചും കൂടുതൽ ചിന്തിക്കാൻ പ്രകാശ് രാജിനെ പ്രേരിപ്പിച്ചു. ലേഖകൻ്റെ മാതൃഭാഷ തന്നെ കന്നഡയാണ്. കന്നഡയിൽ മാത്രമല്ല, മറ്റ് പല ഭാഷകളിലും സംസാരിക്കാനും എഴുതാനും ഒക്കെ പ്രകാശ് രാജിന് അറിയാം. പ്രകാശ് രാജിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ എത്ര ഭാഷ പഠിച്ചാലും മാതൃഭാഷയ്ക്ക് മാതൃഭാഷയുടേതായ മഹത്വമുണ്ട്. അതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഭാഷ നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. നഗര കേന്ദ്രീകൃതമായ വിദ്യാലയങ്ങളിൽ മാതൃഭാഷ പാടെ അവഗണിക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ നഗരത്തിലെ മിക്ക വീടുകളിലെയും അവസ്ഥ എന്ത് തന്നെയാണ്? ഈ മാതൃഭാഷയെ അവഗണിക്കുന്ന അവസ്ഥയാണ്. ഇന്ന് ഇംഗ്ലീഷിനാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം മാതാപിതാക്കൾ കുട്ടികളിൽ അടിച്ചേൽപ്പിക്കുന്നത് എന്ന് തന്നെ പറയാം. പക്ഷേ ഇംഗ്ലീഷ് ഭാഷയ്ക്ക് അതിൻ്റേതായ പ്രാധാന്യമുണ്ട്. ഒരു ഭാഷയെയും തരം താഴ്ത്തി കാണാൻ നമുക്കാവില്ല. ഇംഗ്ലീഷ് ഭാഷ പഠിക്കേണ്ടതിൻ്റെ ആവശ്യകത നമുക്ക് ഓരോ കാലഘട്ടത്തിലും ഉണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. പക്ഷേ അത് മാതൃഭാഷയെ അവഗണിച്ചുകൊണ്ടാവരുത് എന്നാണ് ഇവിടെ പ്രകാശ് രാജ് അർത്ഥമാക്കുന്നത്. ഒരു നാട്ടിൽ അനേകം എഴുത്തുകാരുണ്ടാകാം. അവർ ആ നാടിൻ്റെ വിചാരധാരയെയും ജീവിതത്തെയും രേഖപ്പെടുത്തിയവരാകാം. ഇതൊന്നും അറിയാതെ കേവലം വ്യാപാരത്തിന് വേണ്ടി ഭാഷ പഠിക്കുന്നത് കൊണ്ട് പ്രയോജനമില്ല. ഇംഗ്ലീഷ് ഭാഷ പഠിച്ചില്ലെങ്കിൽ ജീവിതം തന്നെ അധപ്പതിച്ചു പോകും, അല്ലെങ്കിൽ വ്യർത്ഥമായി പോകുമെന്ന് മനസ്സിലാക്കുന്നവരുണ്ട്, അല്ലേ? പക്ഷേ അത് നമ്മളെ ഇംഗ്ലീഷുകാരാണ് അങ്ങനെ ഒരു പ്രചരിപ്പിച്ചത് എന്നാണ്, അല്ലേ? ഇംഗ്ലീഷുകാരിൽ നിന്നാണ് നമുക്ക് അങ്ങനെ ഒരു മനസ്സ്, അങ്ങനെയുള്ള ഒരു ചിന്താഗതി ഉണ്ടായത് എന്ന് തന്നെ പറയാം. ഒരാൾക്ക് ജാതിപരമായിട്ടും ജാതി മാറ്റാൻ പറ്റും, പക്ഷേ എന്ത് മാറ്റാൻ പറ്റില്ല? മാതൃഭാഷ മാറ്റാൻ പറ്റില്ല എന്നാണ് ഇതിൽ പ്രകാശ് രാജ് ഇങ്ങനെ പറഞ്ഞു വരുന്നത്. ഇനി നമുക്ക് പാഠഭാഗത്തിലേക്കൊന്ന് കടന്ന് നോക്കാം. കുറേ വർഷങ്ങൾക്ക് മുമ്പത്തെ കാര്യമാണ്. മകൾക്ക് അപ്പോൾ 5 വയസ്സ്. പരീക്ഷ കഴിഞ്ഞ് വേനലവധി ആരംഭിച്ചു. തോട്ടത്തിലെ വീട്ടിലാണ് ഞങ്ങൾ താമസിച്ചിരുന്നത്. അവധിയുടെ ആഹ്ലാദം അനുഭവിക്കുന്നവരായ ഞാനും അവളും പച്ചക്കറി വാങ്ങാനായി പുറപ്പെട്ടു. ഇവിടെ ഞാനും അവളും എന്ന് പറഞ്ഞത് ആരെയാണ് ഉദ്ദേശിച്ചത്? മകളെയാണ്, അല്ലേ? പ്രകാശ് രാജും മകളും പുറപ്പെട്ടു. അതിനു മുമ്പ് ഞങ്ങളൊരു
കരാറിലെത്തിയിരുന്നു. അതായത് പച്ചക്കറി വിൽപ്പനക്കാരോട് അവൾ തന്നെ വില പേശി നിശ്ചയിക്കണം. ഞാൻ അതിലൊന്നും തലയിടാൻ പാടില്ല. മഹാബലിപുരം എന്ന ചെറിയ ഗ്രാമത്തിലെ വഴിയോരത്തുള്ള പച്ചക്കറി കടയാണ്. മകൾ ചെന്ന് കടയിലുണ്ടായിരുന്ന വൃദ്ധയുടെ മുമ്പിൽ നിന്ന് മുളകിന് ചില്ലി, വഴുതിനിങ്ങക്ക് ബ്രിഞ്ചാൾ, ഉരുളക്കിഴങ്ങിന് പൊട്ടറ്റോ, ഇങ്ങനെ എല്ലാ പച്ചക്കറികളുടെയും പേര് ഇംഗ്ലീഷിൽ പറഞ്ഞ് ആവശ്യപ്പെടുകയാണ്. കടയിലെ വൃദ്ധയ്ക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. ഒടുവിൽ ഓരോരോ പച്ചക്കറിയും കൈകൊണ്ട് തൊട്ട് അവരെ കാണിച്ച് ഇത് വേണം അത് വേണം എന്ന് പറഞ്ഞ് വാങ്ങി. അടുത്തുനിന്ന് നോക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഉള്ളിൽ കോപം തിളച്ചു മറിഞ്ഞു. ഇവിടെ എൻ്റെ എന്ന് ഉദ്ദേശിച്ചത് ആരാണ്? പ്രകാശ് രാജ് തന്നെയാണ് അല്ലേ. പഠിച്ചില്ലെങ്കിൽ എന്താവും? മാതൃഭാഷ. എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താവും എന്നാണ് പ്രകാശ് രാജ് ചിന്തിച്ചത് അല്ലേ. പറയൂ. വീട്ടിൽ വന്ന ശേഷം ഞാനും ഭാര്യയും തമ്മിൽ വഴക്ക്. കാരണം എന്താണ്? എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചിട്ടില്ല. അവൾക്ക് അതുകൊണ്ട് അത് പറയാൻ പറ്റുന്നില്ല അല്ലേ. അങ്ങനെ അതാണ് അവിടെ വഴക്കുണ്ടാകാൻ കാരണം. മാതൃഭാഷയ്ക്ക് ഒത്തിരി പ്രാധാന്യമുണ്ട് എന്നാണ് ഇവിടെ പ്രകാശ് രാജ് പറയുന്നത്. നമുക്കറിയാം വള്ളത്തോളിൻ്റെ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് നമ്മുടെ മഹാകവി വള്ളത്തോൾ പറഞ്ഞിട്ടുണ്ട്. എന്താണ് മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ എന്ന് പറഞ്ഞാൽ എന്താണ്? മറ്റുള്ള ഭാഷകളൊക്കെ നമുക്ക് എന്താണ്? ധാത്രിമാർ എന്ന് പറഞ്ഞാൽ മറ്റുള്ള നമ്മുടെ പെറ്റമ്മ എന്താണ്? നമ്മുടെ മാതൃഭാഷയാണ്. മറ്റുള്ളവരൊക്കെ നമ്മുടെ പോറ്റമ്മയാണ് അല്ലേ. അതാണ് മാതൃഭാഷ എന്ന് പറയുന്നത്. അപ്പോൾ അത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ മഹാകവി വള്ളത്തോൾ അതിന് കൽപ്പിച്ചിരിക്കുന്നത്. നോക്കൂ, ഇപ്പം ഇവിടെ വഴക്കായി. മകളുടെ പേരിൽ മകളെ മാതൃഭാഷ പഠിപ്പിക്കാത്തതിൻ്റെ പേരിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ വഴക്കായി. ഒടുവിൽ ഇവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ മകൾ മാതൃഭാഷ ശരിക്കും പഠിച്ചില്ലെങ്കിൽ എന്താകും എന്ന് പ്രകാശ് രാജ് ചോദിക്കുന്നുണ്ടല്ലേ. അങ്ങനെയാണ് അവിടെ വഴക്ക് വന്നത്. ഹിന്ദി, ഫ്രഞ്ച് തുടങ്ങിയ അന്യഭാഷകൾ പഠിപ്പിച്ചു മകളെ. ഭാവിയിൽ പ്രയോജനമുണ്ടാകുമെന്നാണ് അവർ വിചാരിച്ചത് അല്ലേ. അത് വിചാരിച്ചത് ആരാണ്? അവരുടെ ഭാര്യയാണ്. മാതൃഭാഷ നിർബന്ധമായും പഠിക്കണമെന്ന് ശഠിക്കുന്നവനായിരുന്നു ഞാൻ. എൻ്റെ മാതൃഭാഷ കന്നഡയാണ്. അപ്പോൾ ഇവിടെ പ്രകാശ് രാജിൻ്റെ മാതൃഭാഷ കന്നഡയാണ്, അവരുടെ ഭാര്യയുടെ മാതൃഭാഷ തമിഴാണ്. അത് പഠിക്കുക തന്നെ വേണമോ എന്ന എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. വേണമോ എന്ന ചോദ്യം നോക്കൂ, അത് പഠിക്കുക തന്നെ വേണമോ എന്ന ചോദ്യം എൻ്റെ ജീവിതത്തിൽ വന്നതേയില്ല. അദ്ദേഹം മാതൃഭാഷ പഠിച്ചു എന്നതാണ് അല്ലേ, കന്നഡ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ കുട്ടിയെ എന്താണ് ചെയ്തത്? ഭാര്യ അവർ തമിഴ്നാട്ടുകാരിയാണ് അല്ലേ, അവർ ഇംഗ്ലീഷ് പഠിപ്പിച്ചു. മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാക്കാതെ ആ കുട്ടിക്ക് മാതൃഭാഷ അറിയില്ല. മുട്ടുകാലിൽ നടക്കുന്നത് പോലെ സ്വാഭാവികമായി സരളമായി ഞാനത് പഠിച്ചു. സരളം അർത്ഥം ലളിതം എന്നാണ്. ഞാനത് പഠിച്ചു. ഇപ്പോൾ കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങി എല്ലാ ഭാഷകളും ആര് പഠിച്ചിട്ടുണ്ട്? പ്രകാശ് രാജ് പഠിച്ചിട്ടുണ്ട് അല്ലേ. കന്നഡ, തമിഴ്, മലയാളം, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ പല ഭാഷകൾ എന്നിൽ കുടികൊള്ളുന്നുണ്ട്. മാതൃഭാഷയായ കന്നഡയൊഴികെ മറ്റെല്ലാ ഭാഷകളും എൻ്റെ ആവശ്യങ്ങൾക്കായി, തൊഴിലിനായി പഠിച്ചതാണ്. അദ്ദേഹം ബാക്കിയൊക്കെ പഠിച്ചത് എന്തിനു വേണ്ടിയിട്ടാണ്? തൊഴിലിൻ്റെ ആവശ്യത്തിന് വേണ്ടി മാത്രമാണ്. എൻ്റെ മാതൃഭാഷയിൽ സ്പഷ്ടമായി എഴുതാനും വായിക്കാനും എനിക്കറിയാം. അതിൽ ആര് അഭിമാനം കൊള്ളുന്നുണ്ട്? പ്രകാശ് രാജ് അഭിമാനം കൊള്ളുന്നുണ്ട്. മാതൃഭാഷ പഠിച്ചതിൻ്റെ പേരിൽ അഭിമാനിക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് നമ്മുടെ പ്രകാശ് രാജ്. എൻ്റെ ഭാഷയിലെ ശ്രേഷ്ഠരായ സാഹിത്യകാരെ, അവർ രചിച്ച സാഹിത്യകൃതികളെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ചിന്തകൾ എന്നെ ഒരു ശില്പം എന്ന പോലെ കൊത്തി രൂപപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ശ്വസിക്കുന്ന വായുവിനെ പോലെ, ഉണ്ണുന്ന ചോറ് പോലെ, എൻ്റെ അമ്മ പറയുന്ന കഥകൾ കേട്ട്
എണ്ണിത്തീർന്ന നക്ഷത്രങ്ങളെ പോലെ, എൻ്റെ ഞരമ്പുകളിൽ ഒഴുകുന്ന രക്തത്തെ പോലെ കന്നഡ ഭാഷയും എൻ്റെ ഉള്ളിൽ ഒഴുകുന്നുണ്ട്. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റു ഭാഷകൾ വളരെ എളുപ്പം പഠിക്കാൻ എനിക്ക് കഴിഞ്ഞത്. അപ്പോൾ ഇവിടെ ഒരു കാര്യം പറഞ്ഞു അദ്ദേഹം, ഞാൻ പല ഭാഷകൾ പഠിച്ചിട്ടുണ്ട്, നിരവധി ഭാഷകളെ കുറിച്ച് പറഞ്ഞു അല്ലേ. അങ്ങനെ പറയുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ മാതൃഭാഷ പഠിച്ചതിന് ശേഷം നമുക്ക് ഏത് ഭാഷയും പഠിക്കാൻ സ്വായത്തമാക്കാൻ കഴിയുമെന്നാണ് പ്രകാശ് രാജ് സൂചിപ്പിക്കുന്നത്. അത് സത്യം തന്നെയല്ലേ? നിങ്ങളും ഒന്ന് ചിന്തിച്ചു നോക്കുക. എൻ്റെ മാതൃഭാഷ നല്ലവണ്ണം പഠിച്ചത് കൊണ്ട് തന്നെയാണ് മറ്റുള്ള ഭാഷകൾ എളുപ്പം പഠിക്കാൻ കഴിഞ്ഞത് എന്ന് അദ്ദേഹം കൃത്യമായിട്ട് വ്യക്തമായിട്ട് പറയുന്നുണ്ട്. എൻ്റെ മാതൃഭാഷ കന്നഡ എന്ന് അദ്ദേഹം എടുത്തെടുത്ത് പറയുന്നുണ്ട്. എൻ്റെ മകളുടെ മാതൃഭാഷ തമിഴാണ്. അവൾ എന്തുകൊണ്ടെന്നാൽ അവളുടെ അമ്മ തമിഴ്നാട്ടുകാരി ആയതുകൊണ്ട്, അവൾ അവിടെയാണ് ജനിച്ചത്. അപ്പോൾ നമുക്കറിയാലോ, ഓരോ ആളുകൾ ജനിക്കുന്ന ഇത് എവിടെയാണോ അവരെ ആദ്യമായി സ്വായത്തമാക്കുന്ന ഏത് ഭാഷയാണോ അതാണ് അവരുടെ മാതൃഭാഷ. അപ്പോൾ ആ കുട്ടി ജനിച്ചത് തമിഴ്നാട്ടിലാണ്, അതുകൊണ്ട് തന്നെ തമിഴാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. മാതൃഭാഷ സ്ഫുരിക്കുന്ന മധുരമായ രുചി എൻ്റെ മകൾ അറിഞ്ഞില്ലല്ലോ എന്നായിരുന്നു അന്നത്തെ എൻ്റെ ഉത്കണ്ഠയ്ക്കും കോപത്തിനും കാരണം. കേവലം സംവദിക്കുന്നതിന് മാത്രമുള്ളതാണ് ഭാഷയെന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മളിവിടെ സംവദിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ആശയവിനിമയം നടത്തുക അല്ലേ, കമ്മ്യൂണിക്കേഷൻ. ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി മാത്രമുള്ളതാണ് ഈ ഭാഷ എന്ന് ഇന്നത്തെ തലമുറ ചിന്തിച്ചു തുടങ്ങിയിട്ടുണ്ട്. അതിനപ്പുറം ഒരു ഭാഷയുടെ മഹത്വം അവർക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ഭാഷയെന്ന് പറയുന്നത് നമ്മുടെ ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. അപ്പോൾ നമ്മുടെ ഭാഷ എന്നത് എന്താണ്? ആവിഷ്കാരത്തിൻ്റെ രൂപമാണ്. സുഖദുഃഖങ്ങൾ വ്യക്തമാകുന്ന വാഹിനിയാണത്. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള വാഹിനിയാണത് അല്ലേ. നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് എന്താണ് ഇവിടെ വാഹിനി എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നദി എന്നാണ് അല്ലേ. വാഹിനി, നദി. അപ്പോൾ എന്താണ് ഇവിടെ പറഞ്ഞത്? നമുക്ക് ചുറ്റുമുള്ള ജനം ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം. അപ്പോൾ ഇവിടെ ഒന്നുകൂടെ പറയാം. പ്രകാശ് രാജ് എടുത്തെടുത്ത് പറയുന്നത് എന്താണ്? ഈ മാതൃഭാഷയുടെ പ്രസക്തിയെക്കുറിച്ചാണ്. ഒരു ഭാഷയുടെ മഹത്വം ഇന്നത്തെ തലമുറ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നതേയില്ല. അവരെന്താണ് ചിന്തിക്കുന്നത്? ആശയവിനിമയം നടത്താനുള്ള ഒരു പ്രത്യേക ഒരു ഭാഷ മാത്രമാണ് എന്നാണ് അവർ ചിന്തിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് മാതൃഭാഷയുടെ മഹത്വം മനസ്സിലാവുന്നില്ല. നമ്മൾ പറഞ്ഞു, നമ്മൾ ജീവിക്കുന്ന പ്രദേശത്ത് നമുക്ക് ചുറ്റുമുള്ള ജനം ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് അത് ശുദ്ധമായി സംസാരിക്കുക എന്നതാവും നാം അവർക്ക് നൽകുന്ന ആദരം എന്നതാണ്. ഞാൻ നിങ്ങളെ പോലെയല്ല, വ്യത്യസ്തനാണ് എന്ന് സ്ഥാപിക്കാൻ വേണ്ടി സംസാരിക്കുന്നത് നമ്മുടെ ഉള്ളിലുള്ള സംസ്കാര ശൂന്യതയുടെ അടയാളമാണ്. അടുത്ത കാലത്ത് ഒരു സോഫ്റ്റ്വെയർ കമ്പനിയുടെ പരിപാടിക്ക് അതിഥിയായി പോയിരുന്നു. 100 കണക്കിന് യുവാക്കളും യുവതികളുമായി സംവദിക്കുക എന്നുള്ള അർത്ഥം ഞാൻ പറഞ്ഞു, ആശയവിനിമയം നടത്തുക എന്നതാണ്. അങ്ങനെ പോയപ്പോൾ എന്താണ് സംഭവിച്ചത്? 100 കണക്കിന് യുവാക്കളും യുവതികളും അവരുമായിട്ട് സംവദിക്കാൻ ആർക്ക് അവസരം കിട്ടി? നമ്മുടെ പ്രകാശ് രാജിന് അവസരം കിട്ടി. അവിടെ കൂടിയവർ വിദ്യാസമ്പന്നരും വലിയ ശമ്പളം വാങ്ങുന്നവരുമായിരുന്നു. എല്ലാവരും സ്റ്റൈലായി ഇംഗ്ലീഷിൽ സംസാരിച്ചു. ഒരു ചെറുപ്പക്കാരനോട് നിങ്ങളുടെ സ്ഥലം ഏതാ എന്ന് ഞാൻ ചോദിച്ചു. ചിക്കമംഗ്ലൂരിനടുത്തുള്ള ഒരു ഗ്രാമം, അയാൾ പറഞ്ഞു. പിന്നെന്താ കന്നഡയിൽ സംസാരിക്കാത്തത്? സർ, ഇംഗ്ലീഷ് മീഡിയത്തിലാണ് പഠിച്ചത്, അതുകൊണ്ട് കന്നഡ ശരിക്ക് അറിയില്ല. അയാളുടെ വാക്ക് കേട്ട് ചിരിയും കോപവും ഒരുമിച്ച് വന്നു. ഈ ചെറുപ്പക്കാരൻ്റെ അന്നത്തെ ഉത്തരം ഭാവി ജനതയിലെ എല്ലാവരുടെയും ഉത്തരമായാലും അത്ഭുതപ്പെടാനും ഒന്നുമില്ല. നഗര കേന്ദ്രീകൃത വിദ്യാലയങ്ങളിൽ മാതൃഭാഷയെ കയ്യും കാലും കെട്ടി മൂലയിൽ ഇരുത്തിയിരിക്കുകയാണ്. വീടുകളിലും അതുതന്നെ ഗതി. ഭാവിയെക്കുറിച്ചുള്ള ഭയത്തിൻ്റെ തത്രപ്പാടിൽ നമ്മുടെ ഭാഷ മനസ്സിൽ നിന്ന് മാഞ്ഞു പോവുകയാണ്. മാതൃഭാഷ പഠിക്കാത്ത നമ്മുടെ മക്കൾ നമ്മളോടൊപ്പം ഉള്ളപ്പോഴും അന്യരല്ലേ എന്ന് ചിന്തിക്കുന്നതല്ലേ ശരി?
മനുഷ്യർക്ക് ജീവിതത്തിൻ്റെ അനിവാര്യതയും ആവശ്യവും. കാരണം എത്ര ഭാഷ വേണമെങ്കിലും പഠിക്കാം. ഇംഗ്ലീഷിൽ സംസാരിക്കാനും എഴുതാനും പഠിക്കുന്നത് സന്തോഷകരമായ കാര്യം തന്നെ. പക്ഷേ ഇംഗ്ലീഷ് അറിയില്ല എന്നത് തന്നെ തെറ്റാണെന്നും ജീവിതത്തിലെ ദുരന്തമാണെന്നും കരുതുന്നുണ്ടല്ലോ. ഇത് എത്രത്തോളം ശരിയാണ്? അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് ഒരു നാട് തന്നെ അപകർഷബോധത്തോടെ അലയുന്നത് ദുരന്തമല്ലേ? ഇവിടെ അപകർഷബോധം എന്താണ് അർത്ഥം? ഒഴിവാക്കാൻ പറ്റാത്ത, അല്ലെ, താൻ മോശക്കാരനാണെന്ന ബോധമാണ്, അല്ലെ? താൻ മോശക്കാരനാണ് എന്ന ബോധം. ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് താൻ ഒന്നുമല്ല, അല്ലെങ്കിൽ ഞാൻ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ, ബോധം, താൻ മോശക്കാരനാണെന്ന ബോധമാണ് ആ വ്യക്തിയുടെ ഉള്ളിൽ ജനിക്കുന്നത്, അല്ലേ? അതാണ് ഇവിടെ പറഞ്ഞത്. അയ്യോ, എനിക്ക് ഇംഗ്ലീഷ് ഒട്ടും അറിയില്ല എന്ന് പറഞ്ഞത് എന്താണ്? അത് തന്നെ ഒരു ബോധമാണ്, അല്ലേ? അത് പോകട്ടെ, പഠിച്ചിട്ടാണോ സംസാരിക്കുന്നത്? അതുമല്ല, ഷേക്സ്പിയർ, വേർഡ്സ്വർത്ത്, ഹെമിംഗ്വേ, മിൽട്ടൺ തുടങ്ങിയ ഇംഗ്ലീഷിലെ ഏത് ചിന്തകരെക്കുറിച്ചും ഒന്നും അറിയില്ല. ആംഗല ഭാഷയുടെ സൗന്ദര്യം, സാഹിത്യം, ദർശനങ്ങൾ തുടങ്ങിയ ഒന്നും അറിയാതെ കേവലം വ്യാപാരത്തിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചില പദങ്ങൾ മാത്രം അറിഞ്ഞുകൊണ്ട് ഇംഗ്ലീഷ് എനിക്ക് നന്നായി അറിയാമെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സമ്മതിക്കുക? ഭാഷ എന്നത് കേവലം പദബന്ധമാണെന്ന് മനസ്സിലാക്കിയവർക്ക് ജീവിതം തന്നെ അറിയില്ല എന്ന അർത്ഥം. ജീവിക്കാനും അറിയില്ല എന്നർത്ഥം. ഇക്കാരണം കൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ തലമുറയ്ക്ക് ഷേക്സ്പിയർ ഒരുപാട് കൃതികൾ എഴുതിയ വ്യക്തിയാണ്, അല്ലേ ഷേക്സ്പിയർ? അപ്പോൾ ഷേക്സ്പിയറിൻ്റെ ഇംഗ്ലീഷിൻ്റെ സൗന്ദര്യവും മനസ്സിലാവില്ല. ഡൊണാൾഡ് ട്രംപിൻ്റെ ഇംഗ്ലീഷിന് പിറകിലുള്ള ക്രൗര്യവും മനസ്സിലാവില്ല. ഭാഷ മനുഷ്യ ജീവിതത്തെയും അവരുടെ ധാരണകളെയും അതേപോലെ പ്രതിഫലിപ്പിക്കുന്നു. തെലുങ്ക് നാട്ടിലെ വരൾച്ച കൊണ്ട് കഷ്ടപ്പെടുന്ന രായലസീമയിൽ ആരെങ്കിലും തെറ്റ് ചെയ്താൽ ചെയ്ത പാവങ്ങളൊന്നും ദഹിക്കാനാവാതെ നീ വയറ് പൊട്ടിച്ചാവും, നോക്കിക്കോ എന്ന് പാപങ്ങളോ കഠോരമായി ശകാരിക്കും. കഠോരം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട്, അല്ലെങ്കിൽ എന്താണ് അർത്ഥം? കഠോരം, കഠിനമായിട്ട് എന്നാണ് അർത്ഥം. എന്നാൽ ഗോദാവരി, കൃഷ്ണ നദീതടങ്ങളിലെ ജനം നീ ചെയ്ത പാപങ്ങളൊക്കെയും ഭാവിയിൽ ഒരു ദിവസം ഫലമായി വീഴും, നോക്കിക്കോ എന്ന് പഴങ്ങളെ രൂപകങ്ങളായി ഉപയോഗിച്ച് നയത്തിൽ ശകാരിക്കും. എന്തുകൊണ്ടെന്നാൽ സമൃദ്ധമായി മരങ്ങളുള്ള പ്രദേശമാണത്. അവർ പറയുന്ന വാക്കുകളിൽ അവിടെ തന്നെ ജനതയുടെ ജീവിതവും പ്രാദേശികമായ സമ്പൽ സമൃദ്ധിയുമൊക്കെ കാണാവുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് ഒരു ഭാഷ പഠിക്കുകയെന്നാൽ അതിലൂടെ ഒരു ജനതയുടെ സംസ്കാരത്തെ അറിയുക എന്ന് കൂടിയാണ് അർത്ഥം. ഒരു നാടിൻ്റെ വിചാരധാരയെ, ജീവിതത്തെ രേഖപ്പെടുത്തിയ അനേകം എഴുത്തുകാരെ അറിയാതെ കേവലം വ്യാപാരത്തിനു വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതിയുള്ളത് കൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. അപ്പോൾ അത്രമാത്രം ഒരു മഹത്വം, അല്ലേ, നമ്മുടെ മാതൃഭാഷയ്ക്ക് ഉണ്ട് എന്നാണ്. നമ്മൾ ചിന്തിക്കുന്നത് ഏത് ഭാഷയിലാണ്? നമ്മൾ സ്വപ്നം കാണുന്നത് ഏത് ഭാഷയിലാണ്? നിങ്ങൾ ആലോചിക്കുക. നമ്മൾ സ്വപ്നം കാണുന്നത് നമ്മുടെ ഇംഗ്ലീഷിലാണോ? മലയാളികൾ സ്വപ്നം കാണുന്നത് ഇംഗ്ലീഷിലാണോ? നമ്മുടെ അവരെ സ്വപ്നം കാണുന്നത് അവരുടെ മദർ ടങ് അല്ലെങ്കിൽ മാതൃഭാഷയിലായിരിക്കും, അല്ലേ? അപ്പോൾ നമ്മൾ മാതൃഭാഷയിൽ ചിന്തിക്കുക. അതാണ് മാതൃഭാഷയുടെ മഹത്വം തന്നെ. നമ്മൾ കേവലം വ്യാപാരത്തിന് വേണ്ടി മാത്രം ഭാഷ പഠിക്കുന്ന മനസ്ഥിതി ഉള്ളത് കൊണ്ടാണ് നാം നമ്മുടെ അസ്തിത്വം തന്നെ കളഞ്ഞു കുളിച്ചിരിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ കവചമാക്കിക്കൊണ്ട് ആ ഭാഷ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ ജീവിതം തന്നെ വ്യർത്ഥമാണെന്ന് പേടിപ്പിക്കുകയാണ്. ബ്രിട്ടീഷുകാർ നമ്മുടെ നാടിനുമേൽ ആധിപത്യം സ്ഥാപിക്കാൻ ഉപയോഗിച്ചിരുന്ന ആയുധം അവരുടെ ഭാഷയായിരുന്നു. മനുഷ്യൻ ഏത് ഭാഷയാണോ സംസാരിക്കുന്നത് ആ നാടിൻ്റെ ആളായി മാറും എന്ന സത്യം അവർക്ക് നന്നായി അറിയുമായിരുന്നു. ഇളയച്ചൻ, ഇളയമ്മ, വല്യച്ഛൻ, അതുപോലെ അമ്മാവൻ,
ഇങ്ങനെ കൂട്ടുകുടുംബമായി ജീവിക്കുന്ന നമ്മുടെ സംസ്കാരത്തിൽ ഇല്ലാത്ത ഭാഷയെ ഒരു ചോദ്യം പോലും ചോദിക്കാതെ നമ്മുടെ വീട്ടിൽ അനുവദിച്ചതുകൊണ്ട് നമ്മുടെ ബന്ധങ്ങളെല്ലാം അങ്കിളും ആൻറ്റിയും ആയി തീർന്നിരിക്കുന്നു. നിങ്ങൾ ചിന്തിച്ചു എത്രമാത്രം ഇതാണ് അല്ലേ. ആ ഒരു നമ്മൾ ഇളയച്ചൻ ഇളയമ്മ ഒന്നുമല്ല ഇപ്പം പറയുന്ന ഒക്കെ അങ്കിൾ ആൻറ്റി അങ്ങനെയൊക്കെ പറയാണ്. എല്ലാവരും പറയുന്നത് ഇങ്ങനെ ഇംഗ്ലീഷിൽ അല്ലേ. ഞാൻ അത് ഇംഗ്ലീഷിൽ പറഞ്ഞില്ലെങ്കിൽ മറ്റുള്ളവർ എന്ത് ചിന്തിക്കുമെന്നാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു തലമുറയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് എന്നാണ്. ബന്ധങ്ങളുടെ സ്വപ്നങ്ങൾ നഷ്ടപ്പെടുന്നത് പോലെ തന്നെയല്ലേ ഇംഗ്ലണ്ടിൽ ജനിച്ച് വെയിൽ കാണാത്ത കുട്ടികൾ റെയിൻ ഗോ എവേ എന്ന് പാടുമ്പോൾ അതിന് അർത്ഥമുണ്ട്. പക്ഷേ മഴയില്ലാതെ തടാകങ്ങളും പുഴകളും പോയിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ മണ്ണിൻ്റെ മക്കൾ റെയിൻ ഗോ എവേ എന്ന് പാടാമോ? അവർ പാടേണ്ടത് എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക എന്നല്ലേ. ഞങ്ങൾക്ക് നാലിറ്റ് വെള്ളം പകരുക എന്നല്ലേ. നിങ്ങൾ തന്നെ ചിന്തിച്ചു നോക്കൂ. മഴയില്ലാതെ നമ്മൾ റെയിൻ ഗോ എവേ എന്ന് പറയുന്നു അല്ലേ. നമ്മൾ എന്താ പറയേണ്ടത്? എങ്ങോട്ട് പോകുന്നു മേഘമേ നിൽക്കുക, ഞങ്ങൾക്ക് 4 ഇറ്റ് വെള്ളം പകരുക എന്നല്ലേ. ജീവിതത്തിൽ ചില കാര്യങ്ങൾ ഒരു കാരണവശാലും മാറ്റാനാവില്ല. ഞാൻ പിറന്ന ജാതിയുമായി എനിക്ക് ഒരു ബന്ധവുമില്ല, അത് എൻ്റെ മേൽ വെറുതെ ചുമത്തപ്പെട്ടതാണ് എന്നതുകൊണ്ട് അതിനെ മാറ്റാം. പക്ഷേ ആർക്കും അവരുടെ മാതൃഭാഷയെ മാറ്റാനാവില്ല. അങ്ങനെ ആരെങ്കിലും ചെയ്താൽ അത് പെറ്റമ്മയെ മാറ്റുന്നത് പോലെയാവും. നിങ്ങൾ എന്താണ് പ്രകാശ് രാജ് ഇത്രമാത്രം നമുക്ക് ആ മാതൃഭാഷയുടെ പ്രാധാന്യത്തെക്കുറിച്ച് അല്ലേ നമുക്ക് തന്നെ അറിയാം. നമ്മളെ മാതൃഭാഷ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ പെറ്റമ്മ പോലെയാണ് അല്ലേ. നമ്മൾ നേരത്തെ പറഞ്ഞു വെള്ളത്തോളിൻ്റെ കവിതയെ കുറിച്ച് പറഞ്ഞു അല്ലേ. എൻ്റെ ഭാഷ എന്ന കവിതയിലെ വരികൾ നമ്മൾ കോട്ട് ചെയ്ത് പറഞ്ഞു. എന്താണ് അത് പറഞ്ഞത്? പെറ്റമ്മ മറ്റുള്ള ഭാഷകൾ കേവലം ധാത്രിമാർ, മർത്യന് പെറ്റമ്മ തൻ ഭാഷ താൻ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് നമ്മുടെ പെറ്റമ്മയെ നമുക്ക് മാറ്റാൻ പറ്റുമോ? അല്ലേ. നമ്മൾ എത്ര സ്നേഹിച്ചാലും നമ്മുടെ പോറ്റമ്മ തന്നെയാണ്. പെറ്റമ്മക്ക് തുല്യമാവില്ല ഒന്നും. ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് പ്രകാശ് രാജ് ഈ ലേഖനത്തിൽ പറയുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി. ഇതിൽ കുറേ വാക്കുകളുണ്ട് അല്ലേ. നിങ്ങൾക്ക് അറിയാത്ത അർത്ഥം ചോദിക്കുന്ന കുറേ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. നിങ്ങൾ നോക്കൂ, ആദ്യ ഭാഗത്ത് അപകർഷതാ ബോധത്തെക്കുറിച്ച് പറഞ്ഞു. താൻ മോശക്കാരനാണെന്ന ഒരു ബോധമാണ് അപകർഷതാ ബോധം. അനിവാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? ഒഴിവാക്കാൻ പറ്റാത്ത എന്നാണ് അർത്ഥം. അതുപോലെ അവാച്യം എന്ന് പറഞ്ഞാൽ വിവരിക്കാൻ പ്രയാസമുള്ള എന്നാണ് അർത്ഥം. അസ്തിത്വം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഉണ്ടെന്നുള്ള അവസ്ഥയാണ് അല്ലേ. കഠോരത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു. കഠിനമാണ്, കഠിനം, ഭയങ്കരം എന്ന അർത്ഥം. തത്രപ്പെട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ബന്ധപ്പെട്ട്. നെഗളിക്കുക, അഹങ്കരിക്കുക. പിന്നെ പാഴാവുക പറഞ്ഞു നമ്മൾ, വെറുതെ ആവുകയാണ്. പിന്നെ എന്താണ്? സ്ഫുരിക്കുക, തിളങ്ങുക, സ്പഷ്ടം, വ്യക്തം, സമൃദ്ധം, ധാരാളം. സംവദിക്കുക, ആശയവിനിമയം നടത്തുക. ഇത്രയും അർത്ഥഭാഗങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് പഠിക്കുക. ഒന്നുകൂടെ നന്നായിട്ട് ഇത് കേട്ടതിന് ശേഷം നിങ്ങൾ വീണ്ടും ടെക്സ്റ്റ് ബുക്ക് വായിക്കുക. നമുക്ക് അത്രമാത്രം മാതൃഭാഷ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എത്ര തന്നെ ഭാഷയുണ്ടായാലും നമുക്ക് എത്ര ആൾക്കാരുണ്ടായാലും നിങ്ങളൊന്ന് ചിന്തിക്കേണ്ടത് എന്താണ്? നമ്മുടെ അമ്മ അല്ലേ, അതിന് പകരം വെക്കാൻ നമുക്ക് ഒന്നും തന്നെ ഇല്ല അല്ലേ. അമ്മ തന്നെയാണ്. അതുപോലെയാണ് നമ്മുടെ മാതൃഭാഷ. നമുക്ക് ഏത് ഭാഷ പഠിച്ചാലും നമ്മുടെ മാതൃഭാഷ എവിടെയെങ്കിലും നമ്മൾ എത്തിപ്പെട്ടാൽ നമുക്ക് നമ്മുടെ ഭാഷ സംസാരിക്കുന്ന ആൾക്കാരെ കാണുമ്പോഴുള്ള ആ ഒരു സന്തോഷം നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണല്ലേ. അത് നിങ്ങൾ അങ്ങനെ എത്തിപ്പെട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പം നിങ്ങൾക്ക് ഈ പാഠഭാഗം നന്നായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.